സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. നാടകരചയിതാവും സംവിധായകനുമായ ജയപ്രകാശ് കുളൂർ. ഏതു ഭാഷയിൽ സംസാരിച്ചാലും ഏതു മതത്തിൽപ്പെട്ടവരായാലും അവരെ എല്ലാം സ്വീകരിക്കാൻ സന്മനസ്സുള്ള നാട്ടുകാരാണ് കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള മലയാളികൾ. സാഹിത്യപ്രേമികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് 2024 ജൂൺ മാസത്തിൽ യുനെസ്കോ സാഹിത്യ നഗരം എന്ന വിശേഷണവും കൂടി ചാർത്തിക്കൊടുത്തു. തീർച്ചയായിട്ടും കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു വിഷയം തന്നെയാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിന്റെ മുമ്പിലുള്ള റോഡിലൂടെ റൂബും കക്കാടും കൊടുങ്ങല്ലൂരും തിക്കോടിയനും അക്കിത്തവും കൂട്ടരും ബീച്ചിന് അഭിമുഖമായിട്ടുള്ള ആകാശവാണിയിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴുള്ള കുട്ടിക്കാലത്തെ എന്റെ കാഴ്ചയിൽ അവർ ആരാണെന്ന് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അവരെ അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ കോഴിക്കോട് എന്നോ സാഹിത്യ നഗരമായി മാറിയിരുന്നു. ഗുരുതുല്യരായ KT-യോടും MT-യോടും ഇവരുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം കൂടി ലഭിച്ചപ്പോൾ സാഹിത്യ നഗരമാണെന്നുള്ള ചിന്ത അരക്കിട്ട് ഉറപ്പിച്ചു ഞാൻ. കോഴിക്കോടിനെ അങ്ങനെ സാഹിത്യ നഗരം എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ പോരട്ടോ, കോഴിക്കോട് സ്നേഹനഗരം കൂടിയാണ്. മുക്കിലും മൂലയും ചെറുതും വലുതുമായിട്ടുള്ള രുചിക്കടകളുള്ള നഗരമാണ്, രുചിനഗരമാണ്. കോഴിക്കോടിനെ പറ്റി ആദ്യം എന്താണ് മനസ്സിൽ ഓർമ്മ വരിക എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ മറുപടിയായിരിക്കും. ചിലർക്ക് കളപ്പുറം, ചിലർക്ക് മാനാഞ്ചിറ, മറ്റു ചിലർക്ക് മിഠായിത്തെരുവ്, ചിലർക്ക് മാപ്പിളപ്പാട്ട്, ചിലർക്ക് ഗസൽ, ചിലർക്ക് ബഷീർ, ചിലർക്ക് SK, ചിലർക്ക് ബാബുരാജ്, ചിലർക്ക് ഇത് വാണിജ്യ നഗരം മാത്രമാണ്. ചുരുക്കം ചിലർക്കെങ്കിലും ഊണിലും ഉറക്കത്തിലും കോഴിക്കോട്ട് നാടക നാടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അക്കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട്ടുള്ള നാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രം വളരെ വ്യത്യസ്തമാണ്. സമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ലിംഗസമത്വത്തിനു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അതിശക്തമായ നാടകങ്ങൾ ഉണ്ടാക്കിയ നഗരമാണ് കോഴിക്കോട്. നാടിന്റെ അകമാണ് നാടകമെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷും കോഴിക്കോട്ടാണ് അദ്ദേഹത്തിന്റെ ദീർഘമായ ജീവിതകാലം മുഴുവനും ചെലവഴിച്ചത്. നാടകങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും തുടർന്ന് ചെയ്യാനുമുള്ള പ്രചോദനമായി നിലകൊള്ളുന്നതും കോഴിക്കോട്ടുകാർക്ക് ഒരു ഹരമാണ്. നാടകക്കാണികൾ നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളാണ്. കാലാനുസൃതമായ നല്ല മാറ്റങ്ങൾ എന്നും എപ്പോഴും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള സഹൃദയരായിട്ടുള്ള നാട്ടുകാരുടെ താവളമാണ് കോഴിക്കോട്. നാടകത്തെ വെള്ളവും വളവും നൽകി വളർത്താനും അതിൽ വല്ലപ്പോഴും ഒരു പുഴുക്കടികൾ കണ്ടാൽ മുളയിലേ നുള്ളിക്കളയാനും പ്രാപ്തിയുള്ളവരുമാണ് കോഴിക്കോട്ടുകാർ. ആകാശവാണി കോഴിക്കോട്. കെട്ട് നാടകം. രചന ജയപ്രകാശ് കുളൂർ. ഈ നായ്ക്കൾ എന്തിനാ ഇങ്ങനെ കുറയ്ക്കണത്? അവറ്റകൾക്ക് പിന്നെ വേറെന്താ പണി? നട്ടപ്പാതിരല്ലേ, എന്തെങ്കിലും ഒന്ന് ഇളകിയത് കണ്ടാ മതി, ഒന്ന് കുറച്ചാ കൂട്ടത്തോടെ കുറയ്ക്കും. അതിന്റെ വർഗ സ്വഭാവം അല്ലേ ലക്ഷ്മി? അതന്നെ. മനുഷ്യന്റെ വർഗ സ്വഭാവം എന്താ? നിങ്ങൾ മിണ്ടാതെ കിടക്കി. ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും നിങ്ങളൊരാളെ സ്വഭാവം തന്നെ എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ടല്ലേ മനുഷ്യന്റെ വർഗ സ്വഭാവം? ശരിയാ, എനിക്ക് എന്നെ തന്നെ മനസ്സിലായിട്ടില്ല. നിങ്ങളോട് കിടന്നുറങ്ങാനാ പറഞ്ഞത്. ലക്ഷ്മി, നാളെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടതാ. ഈ വീട്ടിലെ അവസാന രാത്രിയാ ഇന്ന്. ഇത് ഉറങ്ങി തീർക്കാനുള്ളതല്ല, ഇത് ഉറങ്ങി തീർക്കരുത്. കരഞ്ഞാ സമാധാനം കിട്ടെങ്കിൽ ആവോളം കരഞ്ഞോളൂ, ആവോളം കരഞ്ഞോളൂ, ഇഷ്ടം പോലെ. ആ നായ്ക്കളോട് ചിലക്കാണ്ടിരിക്കാൻ പറയേ. ഇതുപോലെ കരഞ്ഞോ, ഇതുപോലെ കരഞ്ഞോ. എനിക്ക് നിന്റെ കരച്ചിൽ കേൾക്കണം, എനിക്ക് നിന്റെ കരച്ചിൽ കേൾക്കണം. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.